أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كونوا قوامين بالقسط شهداء لله ولو على أنفسكم أو الوالدين والأقربين إن يكن غنيا أو فقيرا فالله أولى بهما فلا تتبعوا الهوى أن تعدلوا وإن تلووا. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ ഇതിന് അവസരമുണ്ടാക്കുകയും ഇതിന് അനുവാദം നൽകുകയും ഇത്തരമൊരു കൂട്ടായ്മക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യുകയുമെല്ലാം ചെയ്ത സഹോദരങ്ങൾക്ക് സർവേശ്വരനായ തമ്പുരാന്റെ അല്ലാഹുവിന്റെ തക്കതായ പ്രതിഫലവും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഇസ്ലാമും ഭീകരവാദവുമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ലോക മുസ്ലിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് നാം ഇത്തരമൊരു വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ എന്തിനേക്കാളുമധികം അത് സമ്പത്താകട്ടെ, കച്ചവടമാകട്ടെ, വീടാകട്ടെ, സന്താനങ്ങളാകട്ടെ, ഇണകളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, സ്വന്തം ശരീരം തന്നെയുമാകട്ടെ, അവയേക്കാളെല്ലാം അധികം സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ച ഒരു കാർട്ടൂൺ ആഭാസത്തിന്റെ തോന്നിവാസത്തിനെതിരെ ലോക മുസ്ലിം മനസാക്ഷി ഒറ്റക്കെട്ടായി പ്രതികരിക്കുകയും സാമ്പത്തിക ഉപരോധത്തിലൂടെ ഞങ്ങൾ വേണ്ടി വന്നാൽ പഴയ വേട്ട സമ്പ്രദായത്തിലേക്കും കൃഷിയിലേക്കും തിരിച്ചു പോകേണ്ടി വന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള ഒരു അപമാന പ്രചാരണം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറയുകയല്ല, പ്രതികരണം ശക്തമായ രൂപത്തിൽ തന്നെ മുന്നോട്ട് വച്ച് ആ രംഗത്ത് ഏറെ സന്തോഷകരമായ
ഒരു ഐക്യവും കൂട്ടായ്മയും അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥത്തിലുള്ള ചിത്രത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള സംവിധാനങ്ങളും പ്രഭാഷണങ്ങളും ചർച്ചകളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായും അതിനുവേണ്ടിയും നാം ഒന്നിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിന്റെ മുന്നിൽ താറടിച്ച് കാണിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി ഒറ്റക്കെട്ടായി നീങ്ങുവാനും ലോകാനുഗ്രഹിയായ അന്തിമ പ്രവാചകന്റെ യഥാർത്ഥത്തിലുള്ള ചിത്രം ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുവാനുള്ള ഒരു മഹത്തായ അവസരമായി ഇതിനെ ഉപയോഗപ്പെടുത്തുവാനും മുസ്ലിം സമുദായത്തെ സർവശക്തനായ തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമും ഭീകരവാദവും അല്ലെങ്കിൽ ഇസ്ലാമും തീവ്രവാദവും എന്ന വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമികമായ സദസ്സുകളിലും വേദികളിലും മാത്രമല്ല, ലോകത്ത് മതനിരപേക്ഷതയുടെയും ഇസ്ലാം വിരുദ്ധചേരിയുടെയുമെല്ലാം വേദികളിൽ ഈ വിഷയം വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം സമം ഭീകരവാദം എന്നാണ് പലപ്പോഴും ലോകത്തിന്റെ മുന്നിൽ അംഗീകരിക്കുന്നത്.